ഇന്ന് OTT റിലീസ് ചെയ്ത സിനിമകൾ ഉൾപ്പെടെ 5 OTT അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. യോഗി ബാബു നായകനായി എത്തി തിയേറ്ററിൽ നിന്ന് മികച്ച അഭിപ്രായം നേടാതെ പോയ ചിത്രമായിരുന്നു ബോട്ട്. ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ ആമസോൺ പ്രൈമായിരുന്നു സ്വന്തമാക്കിയിരുന്നത്. തിയേറ്ററിൽ നിന്ന് ആവറേജ് അഭിപ്രായം മാത്രം നേടിയെടുത്ത ഈ ചിത്രം ആമസോൺ പ്രൈമിലൂടെ സെപ്റ്റംബർ 6-ാം തീയതി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ചിത്രം രവിതേജ നായകനായി എത്തി തിയേറ്ററിൽ നിന്ന് വൻ ഫ്ലോപ്പായി മാറിയ ചിത്രമായിരുന്നു മിസ്റ്റർ ബച്ചൻ. ഇതിൽ നിന്ന് ഇതിനു മുമ്പ് റിലീസ് ചെയ്ത റെയ്ഡ് എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ റീമേക്ക് ചിത്രം കൂടിയായിരുന്നു ഈ ചിത്രം. തിയേറ്ററിൽ വൻ ഫ്ലോപ്പായ ഈ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സെപ്റ്റംബർ 6-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കർണാടക തുടങ്ങിയ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്ത ചിത്രം ആസിഫ് അലി, ബിജു മേനോൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി എത്തി തിയേറ്ററിൽ നിന്ന് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു ത്രില്ലർ മൂവിയായിരുന്നു തലവൻ. തിയേറ്ററിൽ വൻ വിജയം നേടിയെടുത്ത ഈ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ സോണി ലീവ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ചിത്രം സോണി ലീവിലൂടെ ഓണം പ്രീമിയറായി മലയാളം, തമിഴ്, തെലുങ്ക്, കർണാടക തുടങ്ങിയ ഭാഷകളിൽ സെപ്റ്റംബർ 10-ാം തീയതി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ചിത്രം അക്ഷയ് കുമാർ നായകനെത്തി തിയേറ്ററിൽ ഫ്ലോപ്പായ മറ്റൊരു ചിത്രമായിരുന്നു സർഫിറ. തമിഴിൽ നിന്ന് നേരത്തെ റിലീസ് ചെയ്തിരുന്ന സൂര്യരെ പൊട്ടർ എന്ന സൂര്യയുടെ മൂവിയുടെ ഒഫീഷ്യൽ റീമേക്ക് ആയിരുന്നു ഈ ചിത്രം. തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടാതെ പോയ ഈ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സെപ്റ്റംബർ 15-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കർണാടക തുടങ്ങിയ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. രഞ്ജിത്ത് സംവിധാനത്തിൽ ചിയാൻ വിക്രം നായകനായെത്തിയ ഏറ്റവും പുതിയ തമിഴ് ചിത്രമായിരുന്നു തങ്കലാൻ. തിയേറ്ററിൽ ഭേദപ്പെട്ട അഭിപ്രായം നേടിയെടുത്ത ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിരുന്നു. ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഓണക്കാലത്ത് സെപ്റ്റംബർ 15-ാം തീയതി OTT റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്ത ചിത്രം വിഷ്ണു വിശാൽ, വിക്രാന്ത് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി എത്തി തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രമായിരുന്നു ലാൽ സലാം. ഈ ചിത്രത്തിൽ ക്യാമിയോ റോളിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എത്തിയിരുന്നു. ഫെബ്രുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ ഇപ്പോൾ സൺ നെക്സ്റ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ ചിത്രം സൺ നെക്സ്റ്റിലൂടെ സെപ്റ്റംബർ 20-ാം തീയതി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ചിത്രം മലയാളത്തിൽ നിന്ന് റീസെന്റ് തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ ചിത്രമായിരുന്നു അഡിഗോസ് അമിഗോസ്. സുരാജ് വെഞ്ഞാറമൂട്, ആസിഫ് അലി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി എത്തി തിയേറ്ററിൽ നിന്ന് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ചിത്രം സെപ്റ്റംബർ 6-ാം തീയതി OTT റിലീസ് ചെയ്യുന്നതാണ്. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് ദിലീപ് നായകനെത്തി മാസങ്ങളും വർഷങ്ങളുമായിട്ടും ഇതുവരെയും OTT റിലീസ് ചെയ്യാത്ത ചിത്രങ്ങളുടെ OTT അപ്ഡേറ്റുകളാണ്. ഉദയകൃഷ്ണയുടെ രചനയിൽ അരുൺ ഗോപി സംവിധാനം ചെയ്ത് 2023-ൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ദിലീപ് ചിത്രമായിരുന്നു ബാന്ദ്ര. തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ ഓരോ OTT പ്ലാറ്റ്ഫോമും സ്വന്തമാക്കിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ വിറ്റുപോയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ദിലീപ്, തമന തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി എത്തി തിയേറ്ററിൽ നിന്ന് പരാജയപ്പെട്ട ഈ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ TV റൈറ്റ്സ് ഏഷ്യാനെറ്റും സ്വന്തമാക്കിയിരിക്കുകയാണ്. ദിലീപ് തന്നെ നായകനായി തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു പവി കെയർടേക്കർ. ഈ ചിത്രത്തിന്റെയും OTT അവകാശങ്ങൾ ആദ്യം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് പിന്നീട് അത് മനോരമ മാക്സ് സ്വന്തമാക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് മനോരമ മാക്സ് പുറത്തുവിട്ടിരുന്നത്. മനോരമ മാക്സിലൂടെ പവി കെയർടേക്കർ എന്ന ചിത്രം സെപ്റ്റംബർ 6-ാം തീയതി OTT റിലീസ് ചെയ്യും. തിയേറ്ററിൽ നിന്ന് ആവറേജ് അഭിപ്രായം മാത്രമായിരുന്നു പവി കെയർടേക്കറിന് സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നത്. ഈ ചിത്രം റിലീസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ബാന്ദ്ര എന്ന മൂവി റിലീസ് ചെയ്യുക. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം സെപ്റ്റംബർ പകുതിയോടെ OTT റിലീസ് ചെയ്യുമെന്നാണ്. ദിലീപ് നായകനായി തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു തങ്കമണി. ഇപ്പോൾ ചിത്രത്തിന്റെയും OTT അവകാശങ്ങൾ മനോരമ മാക്സ് സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ റിപ്പോർട്ട് ശരിയാണെങ്കിൽ ചിത്രം മനോരമ മാക്സിലൂടെ നവംബർ ആദ്യ ആഴ്ച OTT റിലീസ് ചെയ്യുന്നതാണ്. ഇതുപോലെയുള്ള OTT അപ്ഡേറ്റുകൾക്കായും സിനിമ വാർത്തകൾക്കായും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.